ഉസ്താദ്, നിങ്ങൾ മർക്കസ് ലോ കോളേജിൽ LLBക്ക് ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്, ശരീരത്തിലും ഫസ്റ്റ് റാങ്കാണ്, ഡിഗ്രിക്കും പിന്നെ സെൻറ്റ് മേരീസിലും ഫസ്റ്റ് റാങ്ക്, +2 കാസർഗോഡ് ജില്ലാ തലത്തിൽ ഫസ്റ്റ് റാങ്ക്. ഇങ്ങനെ നിങ്ങളുടെ പഠനം നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഈ ഒന്നാം സ്ഥാനം അങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലുള്ള ഒരാൾ ലോ എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് നോർമൽ ഒരാളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങളുടെ ഈ ഒരു പഠനം തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് ഹോൾഡർ എപ്പോഴും ഒരു കീപ്പ് ചെയ്തതുകൊണ്ട് തന്നെ ഏത് വിധത്തിലാണ് നിങ്ങൾ ഇപ്പം ലോയറ്റിലൂടെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ കോച്ചിങ് ഉദ്ദേശിക്കുന്നുള്ളത്? ഹാമിദെ, നമുക്ക് പുസ്തകം നോക്കിയിട്ട് നീന്താൻ പഠിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. എന്നതുപോലെ നമുക്ക് വെറും പുസ്തകത്തിൽ നിന്നുള്ള അറിവുകൾ കൊണ്ട് പഠിക്കാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ മെഡിസിനെ കുറിച്ച്, എഞ്ചിനീയറിങ്ങിനെ കുറിച്ച്, ഇതുപോലെയുള്ള കോഴ്സുകളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെയാണ് ലോ എന്ന് പറയുന്നൊരു സ്ട്രീം വ്യത്യസ്തമാകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഈ മെഡിസിൻ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അയാൾ കുറച്ച് വർഷങ്ങളായിട്ട് അത് പഠിച്ചെടുക്കുന്നു. പഠിച്ചതിന് ശേഷം അയാളുടെ കരിയറിൽ ജോലിയിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ ദിവസം അയാൾ തൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ പഠിച്ച പല അറിവുകളും അയാളുടെ ജോലിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതേ സമയത്ത് അതുപോലെയുള്ള ഒരു സ്ട്രീം തന്നെയാണ് LLB. എന്നിട്ട് പോലും LLB 3 വർഷമോ 5 വർഷമോ പഠിച്ച ഒരു വിദ്യാർത്ഥി നേരിട്ട് ജോബിലേക്ക് ഇറങ്ങുന്ന ആ ദിവസം തന്നെ അയാൾ മനസ്സിലാക്കുന്ന ഒരു സത്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, താൻ ഇത്ര കാലം പഠിച്ചു വെച്ചതൊന്നുമല്ല ഞാൻ ഇനി മുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് ഞങ്ങളുടെ സ്പേസ് കണ്ടെത്തുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥാവിശേഷത്തിലൂടെ ഒരു നിയമ വിദ്യാർത്ഥിക്ക്, നിയമത്തിലെ ഒരു ബിരുദധാരിക്ക് കടന്നു പോകേണ്ടി വരുന്നത് എന്ന പ്രശ്നത്തിൻ്റെ കാരണം അന്വേഷിച്ചെടുത്തുനിന്നാണ് ഞങ്ങൾ ഇങ്ങനൊരു സംരംഭം ആരംഭിക്കുന്നത്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ, വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പോരായ്മയാണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നിയമ ബിരുദധാരികളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നിയമ ബിരുദധാരികൾക്ക് അവരുടെ കരിയർ സാധ്യതകളെക്കുറിച്ചും അവരുടെ അവസരങ്ങളെക്കുറിച്ചും ഒരുപാട് നിലവിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ LLB പഠിക്കാൻ പല മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ ഒന്ന്, ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ, നമ്മൾ ഒരു പ്രൈവറ്റ് കോളേജുകളിൽ സാധാരണ ചെയ്യുന്നത് പോലെ LLB പഠിച്ചൊരു വക്കീലായി മാറുക എന്നുള്ളൊരു രീതി. അതിനപ്പുറത്ത് പ്രൈവറ്റ് കോളേജുകളൊക്കെ മാറ്റി നിർത്തി ഒന്നുകിൽ കേരളത്തിലെ ഗവൺമെൻറ് ലോ കോളേജുകളിലോ, അതല്ലെങ്കിൽ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിലോ, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റുകളിലോ നേരിട്ട് നമ്മൾ എൻട്രൻസ് വഴി റാങ്കുകൾ ക്രാക്ക് ചെയ്ത് അവിടെ സൗജന്യമായി പഠിക്കുക എന്നുള്ള രണ്ടാമത്തെ ഒരു രീതിയുണ്ട്. അപ്പോൾ ഈ രണ്ട് രീതികളിൽ നിന്ന് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് ഈ രണ്ട് രീതിയും വളരെയധികം നമ്മുടെ കരിയറിൻ്റെ ഗ്രോത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്ന ഒരു നിയമ ബിരുദധാരിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജോബ് മാർക്കറ്റിലുള്ള ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പ്രൈവറ്റായിട്ടോ അല്ലാതെയോ പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതലാണ്. ഈ അവസരങ്ങൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മുടെ പഠനാന്തരീക്ഷവും ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയുടെ പഠനാന്തരീക്ഷവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരാളും ഏതൊരു കോഴ്സും തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ ഉള്ളിലേക്ക് ആദ്യം വരുന്ന ചോദ്യം, ഞാൻ എന്തിന് ഈ കോഴ്സ് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. എല്ലാവരുടെയും കോമൺ ആയിട്ടുള്ള ഉത്തരം ബെറ്റർ പൊസിഷനിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതായിരിക്കും. ഈ ബെറ്റർ പൊസിഷൻ നമുക്ക് 100% ഉറപ്പ് തരുന്ന നാഷണൽ ലോ യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള എൻട്രൻസുകൾ എഴുതി നമ്മൾ ചേരേണ്ടുന്ന ഇടങ്ങളെയാണോ ഒരു വിദ്യാർത്ഥി തിരഞ്ഞെടുക്കേണ്ടത്? അതല്ല ഇതൊന്നും ഇല്ലാത്തൊരിടത്തെയാണോ? തീർച്ചയായും ഒരു നിയമ വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഭാവി സുരക്ഷിതമാക്കണമെന്നതാണ് അയാളുടെ താല്പര്യമെങ്കിൽ നിർബന്ധമായും അയാൾ തിരഞ്ഞെടുക്കേണ്ടത് ഇതുപോലെയുള്ള നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളെയോ അതല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റുകളെയോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിലേക്കും ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ലോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ റാങ്കുകൾ എൻട്രൻസുകളിൽ
ക്രാക്ക് ചെയ്യേണ്ടതുണ്ട്. ഈ എൻട്രൻസുകളെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ സംഗതി എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന് താങ്ങാവുന്നതിലപ്പുറത്തുള്ള ഫീസാണ് പല സ്ഥാപനങ്ങളും കുട്ടികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് എത്തിച്ചേരാൻ പറ്റാത്ത ഒരിടമായി നമ്മുടെ നിയമ മേഖലയിലെ ഒരു വരേണ്യതയായി അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വരേണ്യത മാറ്റി ഏതൊരു സാധാരണക്കാരനും ഏതൊരു കോമൺ മാനും ഏറ്റവും ടോപ്പ് പൊസിഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ഇടമായി നിയമത്തിനെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത്.